ഹലോ ഗായ്സ്, നിങ്ങൾ കാണുന്നത് സെൻട്രൽ ലണ്ടനാണ്. അപ്പോൾ വെളുപ്പിനെ ഒരു 4 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ഞങ്ങളുടെ ഒരു ഡ്രീം ട്രിപ്പിന് പോവാണ് കേട്ടോ. ഡ്രീം ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഒബ്വിയസ്ലി ബഡ്ജറ്റ് ഇഷ്യൂസൊക്കെ കാരണമാണ് ഇതുവരെ പോകാഞ്ഞത്. ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഷെങ്കൻ വിസ എടുത്തിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഇയർ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഇത്തവണ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ആ ടിക്കറ്റ്സ് അങ്ങോട്ട് ബുക്ക് ചെയ്തു. യെസ്, നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. നമ്മൾ കാറ് എയർപോർട്ട് പാർക്കിംഗ് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഒരു 15 മിനിറ്റ്സ് ദൂരം ഉണ്ട് കേട്ടോ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ നമുക്ക് ബസ് എടുക്കണമായിരുന്നു. ഷട്ടിൽ ബസ്സാണ്. അത് എഗെയിൻ ഒരു ബഡ്ജറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ് ഒക്കെ ഗ്യാപ്പിൽ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പെൻസീവാണ്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. അതൊക്കെ വളരെ സ്മൂത്തായിരുന്നു. എല്ലാം ഓൺലൈൻ ബുക്ക് ചെയ്തായിരുന്നു. ഞങ്ങൾ ഇവിടെ എയർപോർട്ടിൽ വന്ന് ചെക്കിനൊക്കെ കഴിഞ്ഞു. കുറച്ച് ലിറ്റിൽ ഹാർട്ട്സ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നാട്ടിലൊരു നൊസ്റ്റാൾജിയൊക്കെ ആലോചിച്ചപ്പം വാങ്ങിക്കാൻ ഓർത്തു. അങ്ങനെ ലിറ്റിൽ ഹാർട്ട്സൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ചെക്കിൻ സമയമായി. യെസ്, നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്. എൻ്റെ ആ ഒരു സന്തോഷമൊക്കെ കാണുമ്പോഴും മനസ്സിലാവും നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചിരുന്നൊരു ട്രിപ്പാണെന്ന്. അപ്പോൾ ഏത് സ്ഥലത്ത് പോയാലും ആദ്യം നമ്മൾ അവിടുത്തെ ടിക്കറ്റ് മെഷീനിൽ പോയിട്ട് ചുമ്മാ നോക്കും എന്തെങ്കിലും ടിക്കറ്റ് കിട്ടുമോയെന്ന്. യെസ്, ഫൈനലി ഞാൻ ആ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഡേ പാസ്സാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് കാറും ട്രെയിനും ഫ്ലൈറ്റും ഒന്നും പറ്റില്ല. നമ്മളിപ്പോൾ ഉള്ളത് വെനീസിലാണ്, ഇറ്റലിയിലെ വെനീസിൽ. എന്തിനാ വന്ന വെനീസിൽ? നമ്മുടെ കൊച്ചിന്റെ, അതായത് നമ്മുടെ ഡേയ്സിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ കൊച്ചിന്റെ ബർത്ത്ഡേ ഇത്തവണ നമ്മള് അടിച്ചു പൊളിക്കാൻ പോകുന്നത് ഇറ്റലിയിലാണ്. കൊച്ചിന്റെ ബർത്ത്ഡേ സമ്മാനമാണ് എനിക്കുള്ള. അതെ, ഞാൻ കൊച്ചിന് ഇത്തവണ അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നുമില്ല. പക്ഷെ ജസ്റ്റ് ഇറ്റലിയിലോട്ടൊരു ട്രിപ്പാണ് ഞാൻ ഗിഫ്റ്റ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോ ജസ്റ്റ് ലാൻഡ് ചെയ്തേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് വാട്ടർ ട്രാൻസ്പോർട്ടാണ് എടുക്കേണ്ടത്. അതിങ്ങനെ ചോദിച്ചു പോകുന്നു. ഇച്ചിരി പാടാണ്, എന്നാലും ചോദിച്ചു പോവാം അല്ലേ? അതെ, കുറച്ചിങ്ങനെ കറങ്ങി നമ്മൾ എത്തുമായിരിക്കും. ഇറ്റലിയുടെ നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് മൊത്തത്തിലൊരു ഐലൻഡ്സ് ആണ്. അത് നമ്പർ ഓഫ് ഐലൻഡ്സ്, ഐ തിങ്ക് ഒരു 100+, 129 ഐലൻഡ്സ് എന്തോ ചേരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തോട്ട് ഏൻഷ്യൻ്റ് സിറ്റിയിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ബോട്ട് എടുക്കണം. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആലപ്പി വെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ എൻ്റെ സ്വദേശം ആലപ്പിയാണ് കേട്ടോ. പ്രോപ്പർ ആലപ്പിയല്ല, എന്നാൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. ഞങ്ങളിത് വെനീസിലെത്തിയിട്ട് ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ്. ഈ ഫുഡിൻ്റെയൊക്കെ പേരൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഞങ്ങൾ ആദ്യം തന്നെ ഈ ഒരു കഫേയിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മളൊരു പിസ്സയും, പിന്നെ ഇറ്റലി വന്നാൽ പിന്നെ പിസ്സ കഴിക്കണ്ടേ, പിസ്സയും പിന്നെ ഈ ഒരു സാധനമായിട്ടോ കഴിച്ചത്. ലണ്ടനിൽ നിന്ന് ഒരു 2.5 hours ആയിരുന്നു ഫ്ലൈറ്റ്. എനിവേ, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ. പിന്നെ ആദ്യം തന്നെ പറയാലോ, അത്യാവശ്യം എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. എന്നാലും നമ്മൾ കുറച്ച് അഡ്വാൻസ് ബുക്ക് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കിട്ടി. അപ്പം ഈ ഹോട്ടലിലെത്തി. നല്ല ഭംഗിയുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സീനിക്കാണ്. പിന്നെ നമ്മുടെ സെൻട്രിൽ നിന്ന് വളരെ അടുത്താണ്. സോ അങ്ങനെ ഭയങ്കര ആക്സസിബിലിറ്റി ഒക്കെ നല്ലതായിരുന്നു. വെനീസിൽ ഞങ്ങളെല്ലാം നടന്നാണ് കണ്ടത്. നമ്മൾ എക്സ്ട്രാ വേറെ ടിക്കറ്റ് ഒന്നും കാര്യങ്ങളും എടുക്കണ്ടായിരുന്നു. നമ്മൾ ആകെ എടുത്തത് ആ ബോട്ടിൻ്റെ ആദ്യത്തെ ടിക്കറ്റ് മാത്രമാണ്.
ആണ്. നിങ്ങൾ കയറി വരുന്ന വഴിയൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ചുറ്റിനും വെള്ളമാണ് അല്ലേ, കനാൽസ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ ബോട്ടൊക്കെ എടുത്ത് വന്നു, ചെറിയൊരു ഫുഡൊക്കെ കഴിച്ചു, റൂമിൽ വന്ന് ബാഗ്സ് ഒക്കെ വെച്ചു. ഇനിയിപ്പോ നമ്മൾ പുറത്തിറങ്ങാൻ പോവുകയാണ്. ചെറിയൊരു റൂം അല്ലേ? ചെറിയ റൂം, അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. പിന്നെ ഇറ്റലി എന്ന് പറഞ്ഞാൽ ഒട്ടും ചീപ്പായിട്ടുള്ള ഒരു കൺട്രി അല്ല. നമ്മൾ പോർച്ചുഗലിൽ പോയതിൻ്റെ ഒരു ഇല്ല ഡബിൾ ട്രിപ്പിൾ ആയിരിക്കും ഇവിടുത്തെ എക്സ്പെൻസസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അച്ഛൻ്റെ ബർത്ത്ഡേ അങ്ങോട്ട് അല്ലേ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നതായിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞ് ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങളിത് കറങ്ങാൻ ഇറങ്ങി. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന് വലിയ പ്ലാനൊന്നും ഇല്ല, ജസ്റ്റ് സിറ്റിയൊക്കെ ഒന്ന് നടന്ന് കാണണം എന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ പല വെറൈറ്റീസ് ഓഫ് ഇത് കനോലി അങ്ങനെ എന്തോ ആണ് കേട്ടോ പേര്. അതിന് തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഇറ്റലി എന്ന് പറഞ്ഞാൽ ഫുഡിന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ പ്രധാന ലക്ഷ്യം പലതരം ഫുഡ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല നമുക്ക് സ്ഥലവും കാണണം. അങ്ങനെ ഞങ്ങൾ ജെലാറ്റോ ട്രൈ ചെയ്തു. ഈ ജെലാറ്റോയും ഐസ്ക്രീമും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. വ്യക്തമായിട്ട് എനിക്കറിയില്ല, പക്ഷേ അത് ഫ്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചറൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇങ്ങോട്ട് ഒരു ഫ്രഷ് ടേസ്റ്റാണ്, ഒരു കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും കഴിച്ച ഐസ്ക്രീമിലെ എൻ്റെ ദ ഫേവറേറ്റ് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ജെലാറ്റോ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ഇപ്പോൾ കുറച്ച് ദൂരം നടന്നു, ചെറുതായിട്ടൊന്ന് അവശതയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ കാണാം, ഈ ഐസ്ക്രീം കടയിലാണ് ഞങ്ങളിപ്പോൾ കയറിയത്. ജെലാറ്റോ ചുമ്മാ കയറിയതല്ല, കൊച്ചിൻ്റെ കയ്യിൽ സാധനങ്ങൾ ഇരിപ്പുണ്ട്. എന്തൊക്കെയാണിത്? മാംഗോ, എൻ്റെ ഉണ്ട് മാംഗോയും എന്തോ ഒരു സ്പെഷ്യാലിറ്റിയാണ് അവരുടെ മറ്റേത് നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ളത്. ഇത് കോക്കനട്ടാണ് മേലത്തെ, കോക്കനട്ടാണ് മേലത്തത്, പിന്നെ പിസ്താഷ്യോ. ടേസ്റ്റ് ഉണ്ട്. ഇത് മിക്കവാറും നമ്മൾ കുറച്ച് കഴിക്കും. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് കോഫിയൊക്കെ ട്രൈ ചെയ്തു. കോഫിയൊക്കെ വളരെ നോർമലാണ്. പിന്നെ ഒരു കാര്യം ഇവിടെ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളിവിടെ ടേക്ക് അവേ ആണെങ്കിൽ എപ്പോഴും റേറ്റ് കുറച്ച് കുറവായിരിക്കും. നമ്മൾ ഹോട്ടലിൽ ഇരുന്ന് കഴിക്കുന്നെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കാശ് കൊടുക്കണം. അതൊക്കെ നമുക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. പിzzയെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളിയായിരുന്നു. നമ്മൾ കഴിക്കുന്ന ഈ ഡോമിനോസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല. എനിവേ പിzzയെ പറ്റി പറയാൻ ഇനി സമയമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് കുറച്ച് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു മ്യൂസിക്കും ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് വെനീസ്. വളരെ ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ ഭയങ്കര ടൂറിസ്റ്റിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പോയത് അത്ര പീക്ക് ടൈമിലൊന്നും അല്ല, എന്നാൽ കൂടിയും തിരക്കായിരുന്നു. ഈ ഒരു സെൻട്രൽ സ്ക്വയറിൽ വന്നു. ഇവിടെ ഒരു ബസിലിക്ക ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിന്നറിന് വന്നിരിക്കുകയാണ്. ഡിന്നർ നമ്മൾ ലസാനിയ കഴിച്ചു, റിസോട്ടോ കഴിച്ചു. ഞാൻ ഈ പറയുന്നതൊക്കെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോന്ന് എനിക്കറിയില്ല. ഇറ്റാലിയൻ രീതിയിലൊക്കെ പറയുമ്പം വ്യത്യാസം ഉണ്ടായിരിക്കും. എന്തായാലും രണ്ടും നല്ലതായിരുന്നു. ലസാനിയ അടിപൊളിയായിരുന്നു, ഞാൻ കഴിച്ചതിലേക്കും വൺ ഓഫ് ദി ഫേവറേറ്റ് ആയിരുന്നു. റിസോട്ടും റിസോട്ടോ എന്ന് വെച്ചാൽ ഒരു റൈസ് തന്നെയാണ്, അതിനകത്ത് വൈറ്റ് സോസ് പോലൊരു സംഭവം, പിന്നെ പ്രോൺസും, അങ്ങനെ സീ ഫുഡ് റിസോർട്ടാണ് നമ്മൾ ട്രൈ ചെയ്തത്. അത് നല്ലതായിരുന്നു. പിന്നെ ഇങ്ങനെ ഫിഷ് കേക്ക് ഉണ്ടായിരുന്നു, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ലസാനിയാണ് എനിക്ക് ഇവിടുത്തെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്.
ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഒരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.